Dear students, friends, respected Home Minister, Principal Achan, Vice Principal, Spurgeon Kumar Sir, സുഹൃത്തുക്കളെ, AD 2026 എന്ന് പറയുന്ന ഇവന്റ് ഇതിന്റെ പ്രീക്കസർ ആയിട്ട് കഴിഞ്ഞ വർഷം we had AD 2025. നമ്മുടെ കേരള ചാനലിന്റെ എഡിറ്റർ ശ്രീ ലീൻ ജസ്മിസ് ആണ് അത് തുടങ്ങി വെച്ചത്. ഒരു മെയിൻ റീസൺ ഇങ്ങനെ ഒരു ഷോ തുടങ്ങാൻ, ഇങ്ങനെ ഒരു ഇവന്റ് നടത്താൻ കേരളത്തിൽ ഡ്രഗ്സിന്റെ പ്രസരിപ്പ് കൂടി തുടങ്ങി. അത് പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പല സ്റ്റേറ്റ്സിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പഞ്ചാബ് എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉടുത്ത പഞ്ചാബായി, ഫ്ലൈയിങ് പഞ്ചാബ്, പിള്ളേർക്കാർക്കും ബോധമില്ലാതായി പോയി. ഒരു ലെവൽ കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ കിട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഇവന്റ് അക്രോസ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതും. അതേ സമയത്ത് തന്നെ ഇപ്പോൾ പുതിയ സർക്കാർ വരുന്ന സമയത്തും മാന്യ ഹോം മിനിസ്റ്ററിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നമ്മൾ കണ്ടു. ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ ഒരു ഇന്റന്റ് കാണിക്കുക, അവരുടെ കമ്മിറ്റ്മെന്റ് കാണിക്കുക എന്നുള്ള അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്, സീറോ ടോളറൻസ് ടു എനി കൈൻഡ് ഓഫ് ഇൻടോക്സിക്കന്റ്, ഇത് കാണിച്ചത് അത് നിഷ്ഠദാർഢ്യത്തിനാണ് കാണിക്കുന്നത്. ഹോം മിനിസ്റ്റർ ഇപ്പോൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു ഇവന്റിന് വേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കി ഓഫീസേഴ്സും ഇവിടെ വന്നിരിക്കുന്നവര് അവരുടെ ജോലിയുടെ ഇടയ്ക്കും അവർക്ക് നമ്മളുടെ പൂർണ്ണ കമ്മിറ്റ്മെന്റും, നിങ്ങളെല്ലാം എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്ന ഒരു ആന്റി ഡ്രഗ് പ്ലെഡ്ജ് ഉണ്ട്. എല്ലാവരും ഞങ്ങളിങ്ങനെ പ്രോമിസ് ചെയ്യുന്നു, ഞങ്ങൾ നാളെ മുതൽ ഇത്തരത്തിലുള്ള ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഇൻടോക്സിക്കൻസും കഴിക്കില്ല എന്നുള്ളത്. ആ പ്ലെഡ്ജിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. സ്റ്റേജിൽ ഇതിനു മുമ്പ് അപർണയുടെ പാട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പ് മെന്റലിസ്റ്റ് ആൻഡ് ബെജീഷ്യൻസ് ഉണ്ടായിരുന്നു, സംഗീതം, ബാക്കി സിംഗേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ഹോബിയും ഓരോ ഇൻടോക്സിക്കന്റ് ആയി മാറണം. ഇതിനു മുമ്പ് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലീഡർ എടുത്ത് സംസാരിച്ചപ്പോൾ, വെരി ടോൾ നാഷണൽ ലീഡർ, അദ്ദേഹം പറഞ്ഞത് ഈ പ്രാണായാമത്തിൽ കൂടുതൽ തന്നെ നമ്മളെ ശ്വാസത്തിനെ എടുക്കുകയും വിടുകയും ചെയ്യുന്ന ആ ഒരു എക്സസൈസിൽ കൂടുതൽ തന്നെ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ലഹരി അല്ലെങ്കിൽ ഉന്മാദം എത്തിച്ചേരാൻ കഴിയും. നിങ്ങളുടെ സ്പോർട്ട് ഏതായാലും, ഫുട്ബോൾ ആയാലും സംഗീതമായാലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈവൻ സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തനമാണെങ്കിൽ പോലും അതിനോട് കമ്മിറ്റഡ് ആണെങ്കിൽ ഇത്തരം ഒരു വഴിവിട്ട ജീവിതത്തിലേക്കും പോകാതെ കഴിയും. ഇതിലെ ഒരു വലിയ റിസ്ക് ഉള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിയത്, എന്റെ കുടുംബത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടായപ്പോൾ, ഇങ്ങനെ ഉണ്ടാവുമോ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുമോ, അത് വേറൊരു വീട്ടിലല്ല ഉണ്ടാവുക എന്ന് നമ്മളെല്ലാം ആലോചിക്കും. പക്ഷെ ഇത് ഏത് വീട്ടിലും, ഏത് കുടുംബത്തിലും, ഏത് സ്കൂളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രതിരോധിക്കാൻ തയ്യാറെടുക്കണം. പ്രതിരോധിക്കാൻ കേരളം തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനുള്ള മുൻകൂട്ടി നമ്മൾ എല്ലാ സ്റ്റെപ്സും എടുത്തു തുടങ്ങി. അതിനുവേണ്ടി ശ്രീ ഹോം മിനിസ്റ്ററിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ പുതിയ സർക്കാരിനെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.